ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ആംബുലൻസ് തയ്യാറായിരിക്കുകയാണ്. ആംബുലൻസിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ആ ആംബുലൻസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ആംബുലൻസ്. കംപ്ലീറ്റ് ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം നമ്മൾ ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ട്. സൈറനുകൾ, സൈഡ് ലൈറ്റുകൾ, ഹെഡ് ലൈറ്റ്, ബാക്ക് ലൈറ്റ്, കൂടാതെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വാഹനത്തിൻ്റെ ഡിസൈൻ വരച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഡിസൈൻ വരയ്ക്കുന്ന സ്റ്റെപ്സുകളാണ്. നമ്മൾ ഈ വാഹനം കംപ്ലീറ്റായി നിർമ്മിച്ചിരിക്കുന്നത് 3mm ഷീറ്റിലും 5mm 4x ഷീറ്റിലുമാണ്. കംപ്ലീറ്റ് മേക്കിംഗ് 3mm ഷീറ്റിലും 5mm 4x ഷീറ്റിലും. 3mm ഷീറ്റ് ബോഡിക്കും 5mm നമ്മുടെ ചേസിനുമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിപ്പം ഡിസൈൻ വരയ്ക്കാൻ മെയിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നല്ലൊരു സ്കെയില്, പെൻസില്, ഒരു എറേസർ, വരച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ നല്ലൊരു ഡീറ്റെയിൽഡ് നൈഫോ തെർമോക്കോൾ കട്ടർ അങ്ങനെയുള്ള എന്തെങ്കിലും നല്ല മൂർച്ചയുള്ള ബ്ലേഡുകൾ നമ്മൾ വെക്കണം. നമ്മുടെ ഡിസൈൻ തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾക്കത് കാണാൻ സാധിക്കും. നമ്മളൊരു സൈഡ് നമ്മൾ വരച്ചെടുത്തിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡ് നമ്മൾ വരച്ചെടുത്തു. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡ് നമ്മൾ വരയ്ക്കണം. കൂടാതെ നമ്മൾ ആദ്യം വരച്ചതിൻ്റെ ഇതെല്ലാം കട്ട് ചെയ്യാൻ പോവുകയാണ്. വിൻഡോസ് എല്ലാം കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡ് വരയ്ക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേ വെച്ച് തന്നെ നമുക്ക് അതിൻ്റെ സ്കെച്ച് ഇട്ട് നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് നൈഫ് ഉപയോഗിച്ച് അതിനെ നല്ല രീതിയിൽ തന്നെ, നല്ല ഡിസൈനിൽ തന്നെ, നല്ല ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഫോഴ്സ് ആംബുലൻസിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡാണിത്. ലെഫ്റ്റ് സൈഡ് തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മളിതിൻ്റെ അടുത്ത സൈഡ് നമ്മൾ വരച്ചെടുത്തു. അതിനെ അടുത്ത സൈഡ് നമ്മൾ കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്ത് റൈറ്റും ലെഫ്റ്റും കട്ട് ചെയ്തതിന് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒട്ടിച്ച് ചേർത്തിരിക്കുകയാണ്. കൂടാതെ ബാക്ക് സൈഡ് നമ്മളൊരു 3mm ഷീറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ബാക്ക് സൈഡും ഇത് അകത്ത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ആംബുലൻസിനാണെങ്കിൽ ഫ്രണ്ട് ക്യാബിൻ, പിന്നെ ബാക്ക് ക്യാബിൻ. ഫ്രണ്ട് ക്യാബിൻ നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈഡ്, ബാക്ക് ക്യാബിൻ വരുന്നത് നമ്മുടെ ആംബുലൻസിൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്യുന്നിടത്താണ്. ആദ്യം നിങ്ങൾ കണ്ടത് ഒരു സിങ്ക് സെറ്റ് ചെയ്തതായിരുന്നു. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള ആക്സസറീസ് എല്ലാം അതിനകത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ബാക്ക് സൈഡിലുള്ള ആക്സസറീസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് പിന്നെ ഫ്രണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിലെ ഹെഡ് ലൈറ്റ് പോർഷനും കൗളും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫ്രണ്ടിലെ ഗ്രില്ല്. ഫോഴ്സ് ആംബുലൻസിൻ്റെ ഗ്രില്ലാണ് കാണുന്നത്. നിങ്ങൾ എന്നെ ജസ്റ്റ് വെച്ച് നോക്കാം നമുക്കൊന്ന്. ഇനി അടുത്ത ടയർ മേക്കിംഗ് ആണ്. ഇതിനെ നമ്മൾ കംപ്ലീറ്റ് 5mm ഷീറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ രണ്ട് സൈഡ് മാത്രം 2mm ഷീറ്റിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടി. നിങ്ങളിങ്ങനെ ടയർ മേക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടയർ മേക്കിങ്. കൂടാതെ ടയറിന് വേണ്ടി, വീൽ റൊട്ടേഷന് വേണ്ടി ഞാനത് സെറ്റ് ചെയ്തിരിക്കുന്നത് 608 സൈസിലുള്ള ബോൾ ബെയറിംഗ് ആണ്. അതാവുമ്പോൾ നമുക്ക് നല്ല
സ്മൂത്തായിട്ട് നമ്മുടെ വീല് കറങ്ങും, ഒരു പ്രശ്നങ്ങളുമില്ലാതെ അലൈൻമെൻ്റ് എല്ലാം നല്ല ക്ലിയർ ആയിരിക്കും. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് 608 ബോൾ ബെയറിംഗ് ആണ്. കൂടാതെ നമ്മുടെ ടയർ റെഡിയായി കഴിഞ്ഞാൽ അതിൻ്റെ കട്ടകൾ ചെയ്യാൻ വേണ്ടി അതിനെ സ്ട്രിപ്പ് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ട്രിപ്പെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ് നമ്മൾ സ്ട്രിപ്പെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ് നമ്മളതിന് കട്ടകൾ ഉണ്ടാക്കണം. അതിനുവേണ്ടി നമുക്ക് സ്കെയിലിൻ്റെ വെച്ച് നമുക്കതിനെ കട്ടകൾ ചെറിയ കട്ടകളായിട്ട് പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണത്. ഇത് നമ്മൾ ചേസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് ചേസ് 5mm ഷീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് തിക്നെസ് കിട്ടുള്ളൂ. അതിന് 5mm ഷീറ്റിലാണ് നമ്മൾ ചേസ് ചെയ്തെടുത്തത്. ചേസ് ഒന്ന് നമുക്ക് വെച്ച് നോക്കാം. അതിൻ്റെ പ്രോപ്പർ ലെവലിലൊന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് ടയർ ആക്സിലെല്ലാം സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇത് ബാക്ക് ടയർ ആക്സിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്ക് ടയറിൽ നമ്മൾ സെറ്റ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ഫിക്സ് ചെയ്ത് നോക്കാം. ലെവൽ ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് നോക്കുക. പ്രോപ്പർ ലെവലാണോ നമ്മൾ നോക്കണം എപ്പോഴും. ഇപ്പോൾ ഫ്രണ്ട് ആക്സിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ മെത്തേഡാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഞാൻ തീർച്ചയായും ഫ്രണ്ട് ആക്സിലിൻ്റെയും ബാക്ക് ആക്സിലിൻ്റെയും ചേസിൻ്റെ ഒക്കെ വീഡിയോ സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും. കാരണം ഇതൊരു ലോങ് വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ സ്പീഡിൽ കാണിക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആക്സിൽ റെഡി ആയിട്ടുണ്ട്. മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാം. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ് റൊട്ടേഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കതിനെ ചേസിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. നിങ്ങളിപ്പോൾ കാണുന്നത് ചേസിലേക്ക് ഞാൻ വെച്ച് ലെവൽ ചെയ്ത് നോക്കുന്നതാണ്. ഇതിപ്പോൾ ടയർ നമ്മുടെ 4 ടയറും കട്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടയർ 4 റെഡിയാണ്. നമുക്ക് ഫ്രണ്ട് ബമ്പർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഒരു 5mm ഷീറ്റ് ഒരു 3mm ഷീറ്റിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ ബമ്പർ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മളതിനെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബമ്പർ ഷേപ്പായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഒട്ടിച്ച് നോക്കാം. വെച്ച് നോക്കിയിട്ട് അതിനെ ഒട്ടിച്ചെടുക്കണം. നമ്മൾ ആ ബമ്പറിനെ അതിനെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബമ്പർ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ബാക്ക് സൈഡിലെ വിൻഡോസ് ഓപ്പൺ ചെയ്യണം. അത് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കണം. അത് കാണാം. നമുക്ക് സൂക്ഷിച്ച് നമ്മൾ ഡീറ്റെയിൽ നൈഫ് വെച്ച് 2 ഡോറിൻ്റെ അവിടുത്തെ വിൻഡോസും കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനെ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ ലൈറ്റ് പോർഷൻ, ബാക്ക് ലൈറ്റ് പോർഷൻ നമ്മൾ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ ആംബുലൻസിൻ്റെ ആക്സസറീസ് ആണ്. ഇത് പേഷ്യൻ്റ് സ്ട്രക്ചർ, കൂടാതെ നിങ്ങൾക്ക് IV സ്റ്റാൻഡ് കാണാൻ സാധിക്കും, സിറിഞ്ച് പമ്പ്, പേഷ്യൻ്റ് മോണിറ്ററുകൾ കാണാൻ സാധിക്കും. ഇത് നമ്മളിപ്പോൾ പേപ്പർ ശരിക്കും പിടിച്ച് ലെവൽ ചെയ്ത് ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വണ്ടിയെ. നല്ല രീതിയിൽ തന്നെ നമ്മൾ പേപ്പർ പിടിച്ച് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇനി ചെയ്യേണ്ടത് നമ്മൾ പുട്ടിയിട്ട് പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കുന്ന, നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്
പേപ്പർ പിടിച്ചിരിക്കുന്നത്. അടുത്ത പുട്ടി ഇടാൻ പോവുകയാണ്. പുട്ടിക്ക് വേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം. NC പുട്ടി, ബ്രഷ്, NC തിന്നർ, ഇതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കണം. അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിനി അതിനെ NC പുട്ടിയെ ഓപ്പൺ ചെയ്ത് നമുക്ക് വേറൊരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി അതിനെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് ലൂസ് ചെയ്തെടുക്കാം. ബ്രഷിന് അടിക്കത്തക്ക രീതിയിൽ നമ്മൾ ഇപ്പം അതിനെ മിക്സ് ചെയ്ത് നല്ല ലൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നല്ല വാട്ടർ പോലെ വീഴുന്നുണ്ട്. ഇപ്പം നമുക്കതിനെ ബോഡിയിലേക്ക് അടിച്ചെടുക്കാം. നല്ല ഫൈൻ ബ്രഷ് ആണെങ്കിൽ നല്ല എളുപ്പമായിരിക്കും അടിച്ചെടുക്കാൻ. നല്ല രീതിയിൽ അടിച്ചെടുക്കുക. ഒരു കോട്ടെടുത്ത് അടിച്ച് ഒരു 4-5 മണിക്കൂർ ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ സെറ്റായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പുട്ടി വർക്ക് കഴിഞ്ഞ് നല്ലതായി ഡ്രൈ ചെയ്യാൻ വെച്ച് ഡ്രൈ ആയ കഴിഞ്ഞുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ പുട്ടി പിടിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല രീതിയിൽ സാൻഡ് പേപ്പർ പിടിച്ച് കഴുകിയെടുക്കണം. അതിൻ്റെ എവിടെയെങ്കിലും ഒരു കട്ടിയോ തരിതരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി കിട്ടും. നല്ല രീതിയിൽ സാൻഡ് പേപ്പർ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് പെയിൻറ്റ് ചെയ്യാം. ഞാനിതിനു വേണ്ടി വൈറ്റ് മാറ്റ് കളറാണ് ഉപയോഗിച്ചേക്കുന്നത്. ക്ലിയർ അല്ല, മാറ്റ് കളർ, വൈറ്റ് മാറ്റ് അടിച്ചേക്കുന്നത്. വൈറ്റ് മാറ്റ് സ്പ്രേ അടിക്കുന്നത്. നിങ്ങൾ എപ്പോഴും പെയിൻറ്റ് ചെയ്യുമ്പോൾ സ്പെഷ്യലി സ്പ്രേ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു മാസ്ക് ധരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഉറപ്പാക്കണം, നല്ല രീതിയിൽ നമ്മളതിനെ മാസ്കിങ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വിൻഡോസിനകത്തൂടെ എല്ലാം പെയിൻറ്റ് അകത്ത് പോയി അവിടെ എല്ലാം വൃത്തികേടാൻ സാധ്യതയുണ്ട്. അപ്പം നല്ല രീതിയിൽ മാസ്ക് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയൊക്കെ പെയിൻറ്റ് വേണം അവിടെ മാത്രമേ പെയിൻറ്റ് ആവുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അകത്തൊക്കെ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വേറെ പെയിൻറ്റ് ചെയ്തെടുക്കേണ്ടി വരും. നല്ല രീതിയിൽ ഞാൻ മാസ്ക് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റുകളും എല്ലാം നല്ല രീതിയിൽ തന്നെ ഞാൻ മാസ്ക് ചെയ്തിട്ടുണ്ട്. Emergency call. Ambulance. അടുത്തത് നമ്മൾ ടയർ പെയിൻറ്റ് ചെയ്യുന്നതാണ്. ഇതിനു വേണ്ടി ഞാൻ ബ്ലാക്ക് സ്പ്രേ പെയിൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് നല്ല രീതിയിൽ തന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് സ്പ്രേ പെയിൻ്റൊക്കെയാണ് പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയി കിട്ടും. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ നമ്മൾ പിന്നെ അതിന് ചെയ്യാൻ തുടങ്ങാവുള്ളൂ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മൾ ടോപ്പ് ലൈറ്റ്, സൈറന് എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡ് ലൈറ്റ് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആക്സസറീസ് നന്നായി ഫിക്സ് ചെയ്യാം. നമ്മുടെ എക്യുപ്മെൻറ്റ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടേബിൾ സെറ്റ് ചെയ്തു. സ്ട്രക്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബേസാണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത്. ഇത് പേഷ്യൻ്റ് കമ്പാനിയൻ ഇരിക്കാനുള്ള സീറ്റുകൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ ഇതാണ് IV സ്റ്റാൻഡ് നമ്മൾ സെറ്റ് ചെയ്തു. പേഷ്യൻ്റ് മോണിറ്റർ, ഡീഫിബ്രിലേറ്റർ, ഇത് ഓക്സിജൻ സിലിണ്ടറാണ്. ഓക്സിജൻ സിലിണ്ടർ നമുക്ക് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്സിജൻ സിലിണ്ടറായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് AAA ബാറ്ററിയിൽ പെയിൻറ്റ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. സിറിഞ്ച് പമ്പ്, സക്ഷൻ ബോട്ടിലുകൾ, ഓക്സിജന് വേണ്ടിയുള്ള ഹ്യൂമിഡിഫയറുകൾ, ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കംപ്ലീറ്റ് ഇൻറ്റീരിയർ നമ്മൾ തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോ എക്യുപ്മെൻറ്റും ഒന്നൊന്നായി കാണാം. അപ്പം നമ്മുടെ ഫ്രണ്ട് ക്യാബിനും ബാക്ക് ക്യാബിനും കംപ്ലീറ്റ് ആയി സെറ്റ് ചെയ്തിട്ടുണ്ട്.
Repeat. Trailer truck versus car. Accident on Furnax. Ready, go! 10 years old. An automobile accident. Trailer versus car. He was in the back seat of the car. Blood pressure 140. Pulse 90. West Lacey Pittsburgh. GCX 15. He has abdominal pain. ഇനി ഫ്രണ്ട് ക്യാബിൻ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യമേ നമ്മുടെ ഡാഷ്ബോർഡ്, സ്റ്റിയറിങ് അത് സെറ്റ് ചെയ്തെടുക്കുകയാണ്. നല്ല രീതിയിൽ ലെവൽ ചെയ്ത് വെച്ച് അതൊന്ന് ഒട്ടിച്ചെടുക്കുക. Turn left here. Turn right. Next, turn right. നമ്മുടെ ക്യാബിനിൽ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ സൈഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സീറ്റ് സെറ്റ് ചെയ്യാം. Arrival. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ പാസഞ്ചർ സീറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്റ്റൻ്റെ സീറ്റാണ് റെഡിയാക്കാനുള്ളത്. അതാണ് പൈലറ്റ് സീറ്റ്. ആംബുലൻസിൻ്റെ ഡ്രൈവേഴ്സിനും പൈലറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് പൈലറ്റ് സീറ്റാണ്. പൈലറ്റ് സീറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കംപ്ലീറ്റ് ടോപ്പ് വ്യൂ. ആംബുലൻസിൻ്റെ ബാക്ക് സൈഡിലെ ഇത് ഫ്രണ്ട് ക്യാബിൻ കംപ്ലീറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡ്, സ്റ്റിയറിങ്, ഗിയർ ബോക്സ്, ഗിയർ, സീറ്റ്സ്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനകത്ത്. നമ്മുടെ വണ്ടി പെയിൻറ്റിങ്ങും ഇൻറ്റീരിയറെല്ലാം കഴിഞ്ഞ് തയ്യാറായിരിക്കുകയാണ്. ടയറെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കംപ്ലീറ്റ് തയ്യാറാക്കി ലൈറ്റിംഗ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇനി സ്റ്റിക്കറിംഗ് ആണ്. സ്റ്റിക്കറിങ് നമ്മൾ വിനൈൽ പ്രിൻറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ വിനൈൽ പ്രിൻറ്റിങ്. ഇത് ഞാൻ അവിടെ ആദിത്യ എന്ന് പറയുന്ന ഒരു പ്രിൻ്ററിൽ നിന്ന് എടുത്തതാണ്. അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇനി സ്റ്റിക്കറിംഗ് ആണ്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സൈഡിലെല്ലാം സ്റ്റിക്കർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒറിജിനൽ വണ്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഡിസൈൻ ചെയ്യുന്ന സെയിം സ്റ്റിക്കറുകളാണ് നമ്മൾ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് പ്രിൻറ്റിങ് ചെയ്യുന്നതും ഡിസൈൻ ചെയ്യുന്ന കടകളിലും കിട്ടും. വാഹനങ്ങൾ ഡിസൈൻ ചെയ്യുന്ന കടകളിലെല്ലാം നമുക്ക് കിട്ടും. റെഡ്, യെല്ലോ, മെയിനായിട്ട് ആംബുലൻസിൻ്റെ റെഡ്, യെല്ലോ കളറാണ്. പിന്നെ ഒരു ചെറിയ ബ്ലൂ കളർ വേണം, ബ്ലാക്ക് വേണം. അതിപ്പോൾ റെഡ്, യെല്ലോ എല്ലാം നമ്മൾ അതുപോലെ തന്നെ ഒരു ആംബുലൻസിൻ്റെ എങ്ങനെ ഡിസൈൻ വരുന്നത് അതേപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും കംപ്ലീറ്റ് ലൈറ്റ് കത്തുന്നത് ടോപ്പ് ലൈറ്റ്, സൈറൻ ലൈറ്റും സൈഡ് വ്യൂ ലൈറ്റ്സും ബാക്കിലൊരു ആംബുലൻസിൻ്റെ ചെറിയ LED സ്ട്രിപ്പിൽ കൊടുത്തിട്ടുണ്ട്. അകത്ത് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ക്യാബിനിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ എക്യുപ്മെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നതാണ് വെളിയിൽ നിന്ന് തന്നെ. അതിനുവേണ്ടി അകത്ത് നല്ലൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബമ്പറയിലും ഒറിജിനൽ ആംബുലൻസിൻ്റെ ഡിസൈൻ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ടിലെ ഡിസൈനിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സൈഡും ബാക്കും ചെയ്തെടുക്കണം. ഇനി നമ്മൾ ബാക്ക് സൈഡും എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ റെഡിയാണ്. സൈഡ് വ്യൂ റെഡിയാണ്. ബാക്കിലെ ഡിസൈനെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വിനൈൽ ക്ലിയർ പ്രിൻറ്റിനെ നമുക്ക് നമ്മുടെ വാഹനത്തിലേക്ക് ഒട്ടിച്ച് എടുക്കാം. കംപ്ലീറ്റ് സ്റ്റിക്കറിങ്ങും ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് അവിടെ കൊടുത്ത് പ്രിൻ്റ് ചെയ്ത് ചേർത്താണ്. ഇപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് സ്റ്റിക്കറിങ് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ആംബുലൻസിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എമർജൻസി സർവീസ് 24/7,
ആംബുലൻസ് ഏത് ടൈപ്പുള്ള ആംബുലൻസാണ്, അഡ്വാൻസ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്, ACLS ആംബുലൻസ്, പിന്നെ ഹോസ്പിറ്റലിൻ്റെ ലോഗോ എല്ലാം നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതെല്ലാം. Arrival. നമ്മുടെ ആംബുലൻസ് തയ്യാറായിരിക്കുകയാണ്. ഇത് ഞാൻ റിമോട്ടിലാണ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.